സുഗന്ധം ദൈവസന്നിധി അലങ്കരിക്കും പൂക്കൾക്കെന്തു സുഗന്ധം അൾത്താരയിൽ എരിയും തിരികൾക്കെന്തു തെളിച്ചം തിരിയായെരിയാം പൂവായി വിടരാം കർത്താവിൻ സന്നിധിയിൽ തിരിയായെരിയാം പൂവായി വിടരാം കർത്താവിൻ സന്നിധിയിൽ കർത്താവിൻ സന്നിധിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 27ാമത് ഞായറാഴ്ചയാണിന്ന്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബമെന്ന ദൈവവിളിയുടെ രഹസ്യാത്മകതയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സവിധത്തിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങളെ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിന് ഈ ദിവ്യബലിയിലൂടെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവ സ്നേഹത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവം നൽകുന്ന പ്രത്യാശയിലും ഉറപ്പിച്ചു നിർത്തണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലി വിശുദ്ധിയോടുകൂടി അർപ്പിക്കുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു.
ക്രിസ്തുവേ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനമാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു തനേകനം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരേകത്താൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണല്ലോ. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസ്സാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കുവാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനു ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടണമെന്ന് അറിയുവാൻ അവിടുന്ന് അവയെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം.
നമ്മുടെ ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. നമ്മുടെ ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. നമ്മുടെ ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലമത്രയും നീ ജെറൂസലേമിൻ്റെ ഐശ്വര്യം കാണും. നമ്മുടെ ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. നമ്മുടെ ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആയുഷ്കാലമത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പരിപൂർണമാവുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ. മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവിടെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കലേക്ക് അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു.
ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട സന്യസ്തരെ, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, സ്നേഹബഹുമാനമുള്ള ബ്രദേഴ്സ്, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ കുടുംബത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവകാശങ്ങളുടെ ഭാഷ വളരെയധികം ഉച്ചത്തിൽ ഉയരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണകളുണ്ട്. ധാരണകൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യവുമാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും ഒരു പടി കൂടി കടന്നുകൊണ്ട് ഔദാര്യങ്ങൾ പോലും അവകാശങ്ങളായി കണക്കാക്കുന്ന ഒരു രീതി വന്നു കഴിഞ്ഞു. ഉദാഹരണമായി, നമ്മൾ ഒരാൾക്ക് എല്ലാ ദിവസവും 100 രൂപ വീതം ചുമ്മാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഔദാര്യം പോലെ. ഒരു ദിവസം നമ്മളത് കൊടുത്തില്ല എങ്കിൽ, ഇത്രയും നാൾ എനിക്ക് നിങ്ങൾ ഈ പൈസ തന്നല്ലോ എന്ന് പറഞ്ഞ് അന്നയാൾ നന്ദി പറയുകയല്ല, എന്തുകൊണ്ട് ഇന്ന് എനിക്ക് ഇത് തന്നില്ല എന്ന് പറഞ്ഞ് ഈ പൈസ കൊടുക്കുന്ന നമ്മളോട് തട്ടിക്കയറാൻ സാധ്യതയുണ്ട്. ഔദാര്യങ്ങളെപ്പോലും അവകാശങ്ങളാക്കി കാണുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു ചിന്തയും ചിന്താഗതികളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അവകാശങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും ചിന്തകളും ബഹളങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അവകാശങ്ങളുടെയൊക്കെ ബഹളത്തിൻ്റെ ഇടയിൽ നിശബ്ദരാക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ്. ഭാര്യയും ഭർത്താക്കന്മാരും എന്തിൻ്റെയുമൊക്കെ പേരിൽ വഴക്ക് കൂടുമ്പോൾ എൻ്റെ ഭാഗം ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭാഗം ശരി തന്നെയായിരിക്കും. ആ ശരിക്ക് വേണ്ടിയുള്ള നമ്മുടെ കലഹങ്ങൾ വലിയ സംഘർഷങ്ങളിലേക്ക് ആഴ്ത്തുന്ന കുഞ്ഞു മനസ്സുകൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലുണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 2 ഭാഗങ്ങളിൽ നമ്മൾ അതുതന്നെയാണ് കാണുന്നത്. വലിയ ആളുകൾ യേശുവിൻ്റെ അടുത്ത് വന്ന് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം, എന്താണ് അതിൻ്റെ നിയമവശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് യേശുവുമായിട്ട് വലിയ ആളുകൾ നടത്തുന്നത്. എന്നാൽ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് യാതൊരുവിധ ചർച്ചകളൊന്നുമില്ല. യേശുവിൻ്റെ അരികിലേക്ക് കുഞ്ഞുങ്ങൾ വരുന്നു. യേശു കുഞ്ഞുങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുന്നു. ഒരുപക്ഷെ യേശു ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് കളിച്ചും ചിരിച്ചും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുമുണ്ടാകാം. ഒരുപക്ഷെ ഈ 2 ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷ ധ്യാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. കുടുംബത്തിൽ എൻ്റെ ഭാഗം ജയിക്കണം, എൻ്റെ അവകാശങ്ങൾ നടക്കണം എന്നൊക്കെയുള്ള പിടിവാശികൾ നമ്മളൊന്ന് ഉപേക്ഷിച്ചാൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു കുടുംബ അന്തരീക്ഷം നമുക്ക് സമ്മാനമായി കൊടുക്കാനായിട്ട് സാധിക്കും. വലിയ വലിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുവാനുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ നമുക്കില്ല എങ്കിലും നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം കുടുംബത്തിലുണ്ടാകുന്ന ഒരു സമാധാന അന്തരീക്ഷമാണ്.
ഇവിടെയുള്ള മാതാപിതാക്കന്മാർ ഒന്ന് മനസ്സ് വെച്ചാൽ അവകാശങ്ങളൊക്കെ എനിക്ക് അർഹത ഉള്ളതാണ് എന്ന് അറിയാമെങ്കിലും ചില വിട്ടുവീഴ്ചകൾക്ക് ഒന്ന് തയ്യാറായാൽ, എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങളൊന്ന് ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറായാൽ കുടുംബത്തിൽ കുറച്ചുകൂടി സമാധാനമുണ്ടാകും. ഒരുപക്ഷെ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃകയും അതുതന്നെയാണ്. യാതൊരുവിധ അവകാശവാദങ്ങളും ഉന്നയിക്കാത്ത ഒരമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവത്തിൻ്റെ അമ്മയായതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിച്ച് വാങ്ങിക്കുവാനുള്ള അവകാശത്തിൻ്റെ അധികാരം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. ഒരമ്മയാകുന്നതിനുള്ള എല്ലാ അവകാശങ്ങളും, അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള, ഒരു ഭാര്യയ്ക്കുള്ള, ഒരു കുടുംബനാഥയ്ക്കുള്ള എല്ലാ അവകാശങ്ങളും അവകാശവാദങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എളിമയുടെ ഒരു ജീവിതം നയിച്ച പരിശുദ്ധ അമ്മ യേശുവിനും യൗസേപ്പ് പിതാവിനും കൊടുത്തത് വലിയ സമാധാനം നിറഞ്ഞ കുടുംബ അന്തരീക്ഷമാണ്. നമ്മൾ അപ്പന്മാരാകട്ടെ അമ്മമാരാകട്ടെ പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന ഈ ഒരു മാതൃക അനുകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ, ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ നമ്മളൊന്ന് തയ്യാറായാൽ, ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മളൊന്ന് തയ്യാറായാൽ നമ്മുടെ കുടുംബങ്ങൾ കുറച്ചുകൂടി സുന്ദരമായി മാറും. കുടുംബങ്ങളിൽ കുറച്ചുകൂടി സമാധാനം വരും. നമ്മുടെ കുട്ടികൾക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വം വരും. സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ, സുരക്ഷിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ, സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ, അവർ യേശുവിൻ്റെ അടുക്കലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളാണ്. യേശു പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. നമ്മൾ മാതാപിതാക്കന്മാർ എന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളും എൻ്റെ ചിന്തകളും എൻ്റെ ചോദ്യം ചെയ്യലുകളുമൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതാണോ, അതോ യേശുവിൽ നിന്ന് അകറ്റി നിർത്തുന്നവരാണോ? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും അന്തരീക്ഷങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നൽകണമേ. അതുവഴി പരിശുദ്ധ അമ്മയെപ്പോലെ യേശുവിൻ്റെ അരികിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന വ്യക്തികളായി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും
അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് ദൈവത്തിൽ നിന്നും സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ആനന്ദ നന്മസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും എല്ലാ കർദിനാൾമാരെയും, ഏറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപതയെ നയിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനെയും എല്ലാ വൈദികരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ തീർത്ഥാടന കേന്ദ്രത്തെയും ഇവിടെ പ്രാർത്ഥിക്കാനായെത്തുന്ന എല്ലാ വിശ്വാസികളെയും, ഏറെ പ്രത്യേകിച്ച് ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധേന്ത്യയും കുടുംബത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ കൃപാവരം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സംരക്ഷകനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും വിദേശത്തും സ്വദേശത്തുമായി പലവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവരുടെ പ്രയത്നത്തിന് തക്കതായ ഫലം ലഭിക്കാനും ജീവിത പ്രതിസന്ധികളിൽ അങ്ങയിൽ ആശ്രയിച്ച് ജീവിക്കാനും വേണ്ട കൃപാവരം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ, പ്രകൃതിക്ഷോഭങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവരെയും, ഏറെ പ്രത്യേകിച്ച് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ആശ്വാസവചനം അവരിലേക്ക് ഐക്യമായ ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് മരണം വഴി വേർപിഴിഞ്ഞ ഞങ്ങളുടെ സഹോദരരെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ തിരുമുഖം ദർശിക്കുവാനുള്ള വരം അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനങ്ങളോടുകൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയതാരത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. നിറയുമേ കാസയിൽ ഉയരുമേ തീലാസയിൽ ഏഴയാമൻ ആത്മകഥകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയായിക. സ്വീകരിക്കണമേ നാഥ, സർവവും കാഴ്ചയായിക. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം. സഹന വഴികളിലൂടെ കുരിശിൽ തീർത്തൊരു സ്നേഹം പാവന ബലിപീഠത്തിൽ പകർന്നു നൽകും നേരം. എന്തിനവിൽ നിന്നുതിരും എഴുന്നീർ. എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെയും തിരുസഭകളുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യരഹസ്യങ്ങളാൽ
അങ്ങേ പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവ്വം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് സുഖവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വെങ്കലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വെങ്കലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ. കർത്താവേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനാകുന്നു. അങ്ങ് തന്നെ പരിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യരും പരിശുദ്ധരാകാൻ ലോകാരംഭം മുതൽ എല്ലായ്പ്പോഴും അങ്ങ് പ്രവർത്തന നിരതനാണ്. അങ്ങ് ഈ ജനത്തിൻ്റെ കാഴ്ചവസ്തുക്കൾ തൃക്കൺ പാർക്കുകയും അവയുടെ മേൽ അങ്ങേ ആത്മാവിൻ്റെ ശക്തി വർഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി ഇവ അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് വഴിയാണല്ലോ ഞങ്ങളും അങ്ങേ മക്കളായിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ വഴിതെറ്റി അലഞ്ഞ് അങ്ങേ പക്കൽ എത്തിച്ചേരാൻ കഴിവില്ലാതിരുന്നപ്പോൾ പോലും അങ്ങ് ഞങ്ങളെ അത്യധികം സ്നേഹിച്ചു. എന്തുകൊണ്ടെന്നാൽ തീർത്തും നീതിമാനായ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരത്തിൽ തറയ്ക്കപ്പെടുന്നത് അപമാനമായി കണക്കാക്കാതെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങേ ഉടമ്പടിയുടെ മായാത്ത അടയാളമായി തീരാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ കരങ്ങൾ വിരിച്ചു പിടിക്കുന്നതിന് മുൻപ് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആഘോഷിക്കുവാൻ തിരുമനസ്സായി. അത്താഴവേളയിൽ
അവിടുന്ന് അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് കുരിശിൽ ചിന്തപ്പെടേണ്ട തൻ്റെ രക്തത്തിലൂടെ സമസ്തവും തന്നിൽ അനുരഞ്ജിപ്പിക്കപ്പെടുവാൻ പോകുന്നുവെന്നറിഞ്ഞ് അവിടുന്ന് മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങേ കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക, ഞങ്ങളെ രക്ഷിക്കണമേ. ആകയാൽ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടും സുനിശ്ചിത സമാധാനവുമായ അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അവിടുത്തെ മരണവും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനവും ഞങ്ങൾ ആഘോഷിക്കുന്നു. അവിടുത്തെ അനുഗ്രഹപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യരെ അങ്ങയോട് അനുരഞ്ജിപ്പിക്കുന്ന ബലി കാരുണ്യവും വിശ്വസ്തതയും നിറഞ്ഞ ദൈവമായ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണാസമ്പന്നനായ പിതാവേ, അങ്ങേ പുത്രൻ്റെ ബലി വഴിയായി അങ്ങയോട് ഒന്നിപ്പിക്കുന്നവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും ഭാഗഭാക്കുകളാക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകല ഭിന്നതകളും അകറ്റുന്ന ക്രിസ്തുവിൽ ഏക ശരീരമായി ഒന്നിച്ചു ചേർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആൻ്റണി മെത്രാനോടും ഒന്ന് ചേർന്ന് ഞങ്ങളെപ്പോഴും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഐക്യത്തിൽ നിലനിർത്തുവാൻ കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും സകല വിശുദ്ധരോടും അങ്ങേ കരുണയ്ക്കായി വിനയപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ മരണമടഞ്ഞ സഹോദരരോടുമൊപ്പം അങ്ങേ സ്വർഗീയ ഭവനത്തിൽ വിശുദ്ധരുടെ മധ്യേ അങ്ങേ തിരുമുൻപിൽ ഞങ്ങൾ വിശുദ്ധരായി നിൽക്കുന്നതുവരെ അങ്ങേ രാജ്യത്തിൻ്റെ ആഗമനം പ്രതീക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഒടുവിൽ ജീർണതയുടെ ക്ഷതത്തിൽ നിന്ന് വിമുക്തരായി പൂർണ്ണമായും നവസൃഷ്ടികളാക്കപ്പെട്ട് എന്നെന്നും ജീവിക്കുന്ന അങ്ങേ ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാഗീതം സന്തോഷപൂർവം അങ്ങേയ്ക്കായി ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതികളും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും
നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച കൂദാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങളതുവഴി രൂപാന്തരപ്പെടുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് സ്നേഹബഹുമാനപ്പെട്ട അഭിലാഷ് ഗ്രഗരി അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ നമ്മുടെ ഫാത്തിമ മാതാ നാഷണൽ കോളേജിൻ്റെ മാനേജറായിട്ട് സേവനം ചെയ്യുകയാണ്. എനിക്ക് വ്യക്തിപരമായി ഒത്തിരി അടുപ്പമുള്ള ഒരു വൈദികനാണ് അഭിലാഷ് അച്ഛൻ. ഏറെ ഉപരിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണ്, ഇരവിപുരംകാരാണ്. ഞാൻ സെമിനാരിയിൽ കയറിയ കാലം മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെയും എന്നെ ഒത്തിരി നല്ല രീതിയിൽ കരുതുകയും ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒത്തിരി സഹായങ്ങൾ എനിക്ക് നൽകുകയും ഒത്തിരി ഉപദേശങ്ങളൊക്കെ വഴി എന്നെ വഴി നടത്തുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ കൊല്ലം രൂപതയിലെ കൊച്ചച്ചന്മാരായിട്ടുള്ള പലരും എന്താവശ്യത്തിനും വിളിക്കുന്നത് അഭിലാഷനെയാണ്. കാരണം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയും അതിനൊത്ത അറിവും അച്ഛനുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അച്ഛനിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മനോഹരമായ ഒരു പുണ്യപ്രവൃത്തിയുണ്ട്. നമ്മൾക്ക് ചില മനുഷ്യരെ കാണുമ്പോൾ അവർ കാണിക്കുന്നതെല്ലാം കാണുമ്പോൾ അവർ കുഴപ്പമാണ്, പ്രശ്നമാണ് എന്നൊക്കെ തോന്നിയാലും ഈ നമ്മൾ കുഴപ്പവും പ്രശ്നവും കാണുന്ന മനുഷ്യനിലും
അവനിൽ ഇല്ലാത്ത നന്മകൾ കണ്ടെത്തി, നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയത്തില്ല, പക്ഷേ അതുപോലും കണ്ടെത്തി അയാളുടെ ആ ഒരു നല്ല കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും അത് പോസിറ്റീവായിട്ട് കണ്ടുകയും നന്മ കാണുകയും ചെയ്യുന്ന ഒരു വലിയൊരു പുണ്യം അച്ഛൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുകയും നമുക്കായിട്ട് ഈ പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നമ്മുടെയൊക്കെ കുടുംബത്തെ നവീകരിക്കാനായിട്ട്, നമ്മുടെയൊക്കെ ശിശുക്കളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വലിയ മാതൃകയെ പറ്റിയൊക്കെ അച്ഛൻ തൻ്റെ വചന സന്ദേശത്തിലൂടെ നമ്മളോട് സംസാരിച്ചു. അനുഗ്രഹപ്രദമായ ഈ ബലിയർപ്പണത്തിനും നല്ല വചന സന്ദേശത്തിനും ഒക്കെ ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രസിദ്ധേന്തിയുടെയും കുടുംബത്തിൻ്റെയും പേരിലും ഇവിടെ ആയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഒത്തിരി സ്നേഹത്തോടുകൂടി അച്ഛന് നന്ദി അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പണ പ്രകരണം. ത്രിലോകറാണിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, മനുഷ്യരുടെ വത്സലമാതാവേ, അങ്ങ് ഫാത്തിമായിൽ പ്രകടമാക്കിയ അങ്ങേ തീവ്രമായ അഭിലാഷമനുസരിച്ച് ഇതാ ഞങ്ങളെ തന്നെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ രൂപതയെയും ഞങ്ങളുടെ ദേശത്തെയും അല്ല മാനവകുല മാസകലത്തെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു. അമ്മേ, അങ്ങ് ഞങ്ങളുടെ മേൽ വാണരുളിയാലും ഈശോയുടെ തിരുഹൃദയം അങ്ങയിൽ വാണരുളി വിജയിച്ചതുപോലെ ഞങ്ങളിലും ഞങ്ങളുടെ പരിസരങ്ങളിലും വാണരുളി വിജയമടയുവാൻ എന്ത് വേണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, അങ്ങ് ഞങ്ങളുടെ മേൽ വാണരുളിയാലും ഐശ്വര്യത്തിലും ആപത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും സുഖത്തിലും സുഖക്കേടിലും ജീവിതത്തിലും മരണത്തിലും ഞങ്ങൾ അങ്ങേക്കുള്ളവരായിരിക്കട്ടെ. കന്യകാമകുടമായ പരിശുദ്ധ മറിയത്തിന്റെ പരമകരുണമായ ഹൃദയമേ, ഞങ്ങളുടെ ബുദ്ധിയെയും ഹൃദയത്തെയും കാത്തുകൊള്ളണമേ. അങ്ങ് ഫാത്തിമായിൽ വെച്ച് അതീവ ഖേദത്തോടെ വിലപിച്ച് ശപിച്ച അശുദ്ധതയുടെ പ്രളയത്തിൽ നിന്ന് അവയെ പരിരക്ഷിക്കണമേ. ഞങ്ങളും അങ്ങേപോലെ അതിശുദ്ധരായി ജീവിക്കുവാൻ ഉറച്ചിരിക്കുന്നു. ഈശോയ്ക്കും അങ്ങേക്കും എതിരായി ചെയ്യപ്പെടുന്ന നിരവധി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദേശത്തും അഖില ലോകത്തും നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ദൈവസമാധാനം കൈവരുത്തുവാനും ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ആകയാൽ അമ്മേ, ലോകാഭിമാനം വകവയ്ക്കാതെ ക്രൈസ്തവ ജീവിതം
നയിച്ച് ക്രൈസ്തവ ജീവിതം നയിച്ച് അങ്ങേ പുണ്യങ്ങളെ അനുകരിച്ചു കൊള്ളാമെന്ന് ഞങ്ങളിതാ വാഗ്ദാനം ചെയ്തുകൊള്ളുന്നു. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിലും ദിവ്യകാരുണ്യം സ്വീകരിച്ചു കൊള്ളാമെന്നും എല്ലാ ദിവസവും 53 മണി ജപമാല ചൊല്ലി ഞങ്ങളുടെ പരിത്യാഗ പ്രവൃത്തികളും ചേർത്ത് പാപപരിഹാരത്തിനും പ്രായശ്ചിത്തത്തിനുമായി അങ്ങേക്ക് സമർപ്പിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ആമേൻ. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഞങ്ങളുടെ ഫാത്തിമ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.